റിയാസ് വ്ലോഗിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബാംഗ്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്, ഒരു ഷോപ്പിംഗ് സ്ഥലം. ശിവാജി നഗർ ആൻഡ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ഇത് രണ്ടും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പലർക്കും ഇവിടെ മിതമായ നിരക്കിൽ ഷോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ അറിയുമ്പോൾ തന്നെ അവർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലായിരിക്കും ഡയറക്റ്റ് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് തന്നെ പോകുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ കുറേ വില വളരെ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ബാഗ്, ചെരുപ്പ്, ക്ലോത്ത് എല്ലാം കിട്ടും. പക്ഷേ ഈ സ്ഥലങ്ങളൊന്നും നാട്ടിൽ നിന്ന് വരുമ്പം എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും അറിയില്ല. അപ്പം പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ, നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട് നല്ല ഏരിയയിൽ മീൻസ് സാധനങ്ങളൊക്കെ കിട്ടുന്ന നല്ല ഏരിയ എവിടെയാണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലൊരു വീഡിയോ ചെയ്താൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഷോപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലം അറിയാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് മാർക്കറ്റൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ മാർക്കറ്റിലേക്ക് നടക്കുകയാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലായിടത്തൊന്നും പറ്റില്ല. പാർക്ക് ചെയ്യാൻ 2-3 സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ഇവിടെ ശിവാജി നഗർ ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് മുകൾ ഭാഗത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ തിരക്കുള്ളതുകൊണ്ട് മാസ്ക് അഴിച്ചു വെക്കാനുള്ള പറ്റില്ല. എന്താ വെച്ചാൽ ഇവിടെ കൊറോണ കുറച്ച് കൂടുതലുള്ള ഏരിയ ആയിരുന്നു മുന്നേ. ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതി എന്നറിയില്ല. ഇപ്പോൾ കുറച്ച് കർണാടകയിൽ കുറവാണ്, എങ്കിലും എല്ലാ പ്രിക്കോഷനും എടുത്തിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റാണ്. അവിടെ ബ്രാൻഡഡ് ആയിട്ടാണ് കിട്ടുക. ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഷോപ്സും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ശിവാജി നഗർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാം. അവിടെയാണ് കുറച്ച് മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ വാങ്ങാൻ പറ്റിയ റേറ്റിന് സാധനങ്ങൾ കിട്ടുന്നത്. എല്ലാ സാധനങ്ങളും കിട്ടും. ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ബ്രാൻഡഡ് ആയിട്ടാണ് ഉണ്ടാവുകയെന്ന്. അപ്പോൾ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല. ഞാൻ 2 സ്ഥലത്തുനിന്ന് സാധനങ്ങൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ മെയിൻ പർച്ചേസ് ചെയ്യാൻ ഇവിടെ തന്നെയാണ് വരാറ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഈ മാർക്കറ്റിലേക്ക് വരുമ്പോൾ 4 സൈഡിൽ നിന്നും എൻട്രി ഉണ്ട്. നമുക്ക് 4 സൈഡിൽ നിന്നും ഇങ്ങോട്ട് വരാവുന്നതാണ് മാർക്കറ്റിലേക്ക്. അപ്പോൾ ഞാൻ വരുന്നത് കല്യാൺ സിൽക്സ്, ഇവിടെ കല്യാൺ സിൽക്സ് ഉണ്ട്. കല്യാൺ സിൽക്സിൻ്റെ ഏരിയ കൂടെയാണ്. എന്നിട്ടാണ് ഞാൻ മാർക്കറ്റിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കല്യാൺ സിൽക്സ്. പിന്നെ ഒരുപാട് മലയാളീസിൻ്റെ കുറേ ജ്വല്ലറികൾ ഇവിടെ, മലയാളി ജ്വല്ലറീസ് ഒക്കെ ഇവിടെയാണുള്ളത്. ഈ ഏരിയ തന്നെയാണുള്ളത്. ഇവിടെയൊക്കെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. ഇവിടെ ശിവാജി മാർക്കറ്റിനെ അപേക്ഷിച്ചിട്ട് എല്ലാ സാധനങ്ങൾക്കും ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും. സ്ട്രീറ്റ് ഫുഡും ഇവിടെ ലഭിക്കും, സ്ട്രീറ്റ് ഫുഡും ഉണ്ട്. പക്ഷെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്നും കഴിക്കാൻ പോണില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് മെയിൻ ഇതിവിടെ ഈ ഒരു ഷോപ്പ് സീസൺ അനുസരിച്ച് മാറും. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഇപ്പോൾ ട്രീസും കാര്യങ്ങളൊക്കെയാണ്. ഇടയ്ക്ക് ക്ലോത്ത് ആയിരിക്കും. അങ്ങനെ ഓരോ സമയത്തും അവർ മാറ്റിക്കൊണ്ടിരിക്കും. തണുപ്പുള്ള സമയത്താണെങ്കിൽ ജാക്കറ്റുകളൊക്കെ കാണാറുണ്ട്. കണ്ടോ ഇവിടെ എല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് അടുത്തല്ലോ. ഇപ്പോൾ ട്രീസൊക്കെ ലഭിക്കാൻ ഇവിടെ എല്ലാ ഡെക്കറേഷൻ ഐറ്റംസും, ക്രിസ്മസിന് വേണ്ട എല്ലാ ഡെക്കറേഷൻ ഐറ്റംസും കിട്ടും. പക്ഷേ ഇതേ റേറ്റിന് ഇതിലും കുറഞ്ഞ റേറ്റിന് നമുക്ക് മാർക്കറ്റിലും കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ എനിക്കും കുറച്ച് ഐറ്റംസ് വാങ്ങണം ക്രിസ്മസിൻ്റെ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് ഷോപ്പുകളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്ന് നോക്കാം. ഓരോ ഷോപ്സും ഞാൻ കാണിക്കാം. ഇവിടെ ആലീസ് ജ്വല്ലറി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മലയാളീസ് ജ്വല്ലറീൻ്റെ ഏരിയ ആണ്. അപ്പോൾ നേരെ ആ റോഡ് പോയി കഴിഞ്ഞാൽ ഡിക്കിൻസൺ റോഡാണ്. അവിടെയാണ് മലബാർ ഗോൾഡ്, കല്യാൺ ജ്വല്ലേഴ്സ്, ജോസ് ആലുക്കാസ്, അങ്ങനെ കുറേ കടകളുണ്ട്. നമുക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇപ്പോൾ ശിവാജി നഗർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് വരുമായിരിക്കും കൂടുതൽ നല്ലത്. ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ പോലും അറിയാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് വരുമായിരിക്കും നല്ലത്. ആക്സസറീസിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് കുറേ. കണ്ടോ, ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കുറേ ഇയറിങ്സ്, ബാംഗിൾസ് എല്ലാം കിട്ടും. ഒന്ന് എടുത്തു നോക്കും. भैया ये कितने का है?
120 man. 120. All are same price? All different prices. This is all same price. 150, 120. That's two price only. Okay. 120 രൂപയാണെന്ന് പറയണേ. പക്ഷെ കുറഞ്ഞിട്ട് കിട്ടും. നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് നോക്കാം. ഇതിലും കുറഞ്ഞിട്ട് കിട്ടും. എന്താ അടിപൊളിയാണ്. ന്യൂ ഫാഷൻ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. നമുക്ക് അടുത്ത കടയിലേക്ക് പോകാം. നല്ല ഫ്രോക്സ് ഉണ്ട്, ഗൗണ്. കംപ്ലീറ്റ് ആക്സസറീസിൻ്റെ കടയാണ്. നെക്ലേസ് ടൈപ്പ്. അപ്പോൾ ഇവിടുത്തെ കല്യാണത്തിനൊക്കെ നമ്മൾ ഗോൾഡ് ഇടുന്നതിന് പകരം ആൾക്കാർ അധികം ഇങ്ങനത്തതാണ് യൂസ് ചെയ്യുക. ഇവിടെ അധികം ആൾക്കാരും കണ്ടോ ഡയമണ്ട് പോലെയുള്ളതും ഗോൾഡ് പോലെയുള്ള നമ്മൾ ഡിവൈൻ സെറ്റൊക്കെ അതുപോലത്തെ ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് ഗോൾഡ് ഏതാണെന്ന് മനസ്സിലാവില്ല നമുക്ക്. ബാംഗിൾസിൻ്റെ ഇതൊക്കെ ഈ ഫങ്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഈ മാരേജ് എൻഗേജ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഫങ്ഷനൊക്കെ വേണ്ടി ഇടാൻ പറ്റിയ ഇതാണ്. ഞാൻ ഉള്ളിലേക്ക് കയറില്ല, ഉള്ളിൽ കയറിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു പോകും. കണ്ടോ നല്ല നല്ല ഇയറിങ്സ് കണ്ടോ. ഇവിടുന്ന് മൂവ് ചെയ്യാം. ഒരുപാട് കടകളുണ്ട്, ഞാൻ പറഞ്ഞു ഒരുപാട് കടകളുണ്ട്. ചെറിയ ഇയറിങ്സിൻ്റെ കട ഉണ്ടല്ലോ. ഈ ഏരിയയിലൊക്കെ റേറ്റ് ഇത്തിരി കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ബെറ്റർ ശിവാജി നഗർ പോയാൽ നമുക്ക് ഇതേ സാധനം തന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. ഇതാണ് ശരിയായ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ഈ ഒരു റോഡാണ് ഇതിൻ്റെ കണ്ടല്ലേ, ഫുൾ ഷോപ്പുകളാണ്. ഈ സൈഡിലും ഫുൾ കടകൾ. പിന്നെ നമുക്കിതപ്പോൾ ഇവിടുന്ന് ഒരു റോഡ് കാണില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ ശിവാജി നഗർ മാർക്കറ്റ്, ഞാൻ പറഞ്ഞല്ലോ വില കുറഞ്ഞ് കിട്ടുന്ന ഒരുപാട് ചെറിയ കടകളുണ്ട്. അപ്പോൾ അധികം ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ഉള്ളോട്ടേക്കൊന്നും പോവാതെ സമയം കൂടുതൽ ചിലവാക്കണ്ടെന്ന് വിചാരിച്ചാൽ അധികം ആൾക്കാർ ഇവിടെ വന്നാണ് ഷോപ്പ് ചെയ്യുക. പക്ഷെ ഇവിടെ ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിലും നല്ല ബ്രാൻഡഡ് ഐറ്റമൊക്കെ കിട്ടും. എന്തായാലും നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. രാജസ്ഥാൻ ഹാൻഡ്ലൂംസ്, നല്ല ഹാൻഡ്ലൂംസ് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നല്ല കടയാണിത്. ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഓഫർ റേറ്റാണ് ഈ എഴുതി വെച്ചത്. ഉണ്ട് നല്ല നല്ല ഡ്രസ്സുകൾ 1500. ഗൗണുകളൊക്കെ 3500 ഒക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ 5000 എബോവ് ആണ് റേറ്റ്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. ഇതും ഒരു നല്ല കടയാണ്. ഒരു കോട്ടൻ്റെ ഒരു എക്സ്പോ ആണിത്. ഇവിടെ എപ്പോഴും ഉണ്ടാവും ഡ്രസ്സുകളൊക്കെ, നല്ല കോട്ടൺ ക്ലോത്തൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ ഈ ഒരു ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് മാക്സിമം ഡ്രസ്സുകളൊക്കെ റെഡ് കളറായിരിക്കും. കണ്ടില്ലേ, റെഡ് കളറുള്ള അധിക സാധനങ്ങളും കിട്ടും. അതെ, ചെരുപ്പുകളുടെയാണ്. ചെരുപ്പുകളുടെ ചെറിയ സെറ്റപ്പാണത്. നല്ല നല്ല ഷൂസ്, നോർമൽ ചപ്പൽസൊക്കെ ഉണ്ട്. ഇത് ചോദിച്ചു നോക്കാം വില എത്രയാണെന്നുള്ളത്. പെൺകുട്ടികളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. भैया लास्ट साइज कौन? लास्ट साइज 41 मैडम. 41, 42 नहीं है. कितना का ये पूरा? कितना का ये पूरा? ये 350 का, ये 250 का. कौन सा भी ये पैक करना है. എൻ്റെ സൈസ് എവിടെയും കിട്ടില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇതൊക്കെ 350, അത് 250 ആണെന്ന് പറയുന്നത്. കുഴപ്പമില്ല കേട്ടോ റേറ്റ്. ഈ റേറ്റിന് തന്നെ ഇവിടെയൊക്കെ കിട്ടാം.
ഉണ്ടോ ബാഗ്സ് ഉണ്ടോ, അടിപൊളി ബാഗുകളൊക്കെ കിട്ടും ഇവിടെ. നല്ല ഭംഗിയുണ്ട്. कितना का है ये वाला? 950. अच्छा क्वालिटी के गारंटी मिलेगा आपको, बहुत अच्छे डिजाइनर है। ओपन पर करके दिखा दो। 50% ऑफ के बाद हम रेट बोलते हैं, हमारा शोरूम अलाइनस शोरूम है, हाँ। शोरूम में ये रेट में देते हैं 2995 में, इधर 50% ऑफ है। इसके अंदर दो पॉकेट मिलेगा, साइड में जिप मिलेगा, डिजाइनर बैग। 950 ആണെന്ന് പറയണേ. ഒറിജിനൽ റേറ്റ് 2995 ആണ്. ഇവരിപ്പം ഡിസ്കൗണ്ട് പ്രൈസാണ് 950 എന്ന് പറയുന്നത്. ഇത്തിരി കൂടുതലല്ലേ? അതെ, കുറച്ച് കണ്ടോ ഇവിടെ കൂടുതലാണ്. പക്ഷെ ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം റേറ്റ് കുറഞ്ഞ ഏരിയ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അത് കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഇച്ചിരി കൂടുതലായിരിക്കും വില. നമുക്ക് ശിവാജി മാർക്കറ്റിലേക്ക് പോയിട്ട് അവിടെ നോക്കാം. ആൻറ്റിക് പീസുകൾ വേണമെങ്കിൽ കണ്ടോ, അതിൻ്റെ ഒരു കടയാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ലോക്കൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചത്. പക്ഷെ ഭയങ്കര വിലയായിരിക്കും, എന്നാലും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ 2 കട ഉണ്ട് ഇതുപോലത്തെ ആൻറ്റിക് കളക്ഷൻ്റെ. ക്ലോക്ക് കണ്ടോ, പഴയ റാന്തലൊക്കെ കണ്ടോ, റാന്തലത്തെ ക്ലോക്ക്, ആൻറ്റിക്സ് ലൈറ്റുകളൊക്കെ ഉണ്ട്. പണ്ടത്തെ ഒരു ഇതില്ലേ കോലാമ്പി ടൈപ്പ് പാട്ട് കേൾക്കണം, പാട്ട് പെട്ടി. ഒരു അടിപൊളി കൃഷ്ണനെ കണ്ടു. അതെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, പീരങ്കി എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ ഉണ്ട് ഇവിടെ. നല്ല നല്ല ലൈറ്റുകളൊക്കെ ഉണ്ട്. അടിപൊളി മിററും ഉണ്ടോ, നല്ല ഭംഗി. ഇവിടെ ബാഗ്സും വാലറ്റ്സൊക്കെ ഉണ്ട്. ഭയങ്കര എന്താ പറയുക, നമുക്ക് മാരേജ് ടൈമും പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും വാലറ്റ്സ് ഉണ്ട്. അടിപൊളിയാണ്. കടയിൽ ഞാൻ കയറാത്തത് എന്താ വെച്ചാൽ അവർ പിന്നെ പറഞ്ഞ് എന്തെങ്കിലും നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. സൂപ്പർ സെയിലൊക്കെ നടക്കുന്നുണ്ട്, 50% ഓഫറൊക്കെ ഉണ്ട്. ഈ ടൈമിൽ ആരെങ്കിലും വരികയാണെങ്കിൽ 50% ഓഫറുണ്ട്. ഇത് പിന്നെ എല്ലായിടത്തും കാണണമല്ലോ, മാക്സ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ ഈ ഷോപ്പിംഗ് ഏരിയ അവസാനിക്കുകയാണ്. നമ്മളിനി ശിവാജി നഗർ മാർക്കറ്റിലേക്കാണ് കയറാൻ പോകുന്നത്. മാക്സിൻ്റെ എൻട്രൻസ്. ഇവിടെ കുറച്ച് നല്ല ഇയറിങ്സ് ഒക്കെ കാണില്ല, നമുക്ക് പോയേക്കാം. कितना का है? कितना? 150 है सब एक ही प्राइस. നല്ല ഭംഗിയുണ്ട്, ഒരു പുതിയ ടൈപ്പാണ്, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഞാനൊന്ന് ക്യാമറ ഓഫ് ചെയ്യാണ്. എനിക്ക് ജസ്റ്റ് ഒരു ചെറിയ പർച്ചേസ് ഉണ്ട്. ഞാൻ വല്ല 1 more ഷോപ്പും കൂടി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതാ ഇത് കുറച്ചും കൂടി നല്ല ഐറ്റംസ് ആട്ടോ, കണ്ടില്ലേ. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ബുദ്ധ കണ്ടില്ലേ. നമുക്ക് പിന്നെ പൂജാ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിളക്ക്, വീടിപ്പോൾ പുതിയ വീട് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഒക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഏത് മതക്കാർക്കും ആവശ്യത്തിന് പറ്റിയ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഈ സ്ട്രീറ്റിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഷോപ്പും കാണാം.
പക്ഷേ ഈ മെയിൻ റോഡ് തന്നെ ഇങ്ങനെ നടന്നാൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് എല്ലാം. രണ്ട് സൈഡിലും ഷോപ്സ് ഉണ്ട്. ഒരുപാട് ഷോപ്പുണ്ട്. ഞാൻ എല്ലാം കാണിക്കാത്തത് എന്താ വെച്ചാൽ ബാക്കിയെല്ലാം നോർമൽ ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന കടകൾ തന്നെയാണ്. മെയിൻ ഞാൻ ഇങ്ങനെ പ്രധാനപ്പെട്ട ഷോപ്പുകൾ മാത്രമേ കാണിക്കുന്നത്. ഇവിടെ പോയ കുറച്ച് കോസ്റ്റ്ലി ആട്ടോ, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇത്തിരി കോസ്റ്റ്ലി തന്നെയാണ്. ഇനി നമ്മൾ എത്തുന്നത് ശിവാജി നഗറിൽ. പണ്ട് ശിവാജി മഹാരാജാവിൻ്റെ ബാല്യകാലം ചെലവഴിച്ച സ്ഥലമാണെന്നാണ്, അതുകൊണ്ടാണ് ഇതിന് ശിവാജി നഗർ എന്ന് പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാട്ടോ. പിന്നെ പണ്ട് ഇവിടെ ഒരു അടിപൊളി ബീഫ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ബീഫൊന്നും ഇവിടെ കർണാടക ഇപ്പം പ്രശ്നമാണല്ലോ, പശുക്കളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊക്കെ വന്നുകൊണ്ട് ഇപ്പം ആ മാർക്കറ്റിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ അതൊക്കെ നിരോധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, ശരിക്കും അറിയില്ല കേട്ടോ. ഇതാണ് ശിവാജി നഗർ മാർക്കറ്റ്. ആ ഏരിയയുടെ വ്യത്യാസം തന്നെ മനസ്സിലാവുന്നില്ലേ. ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ ഇവിടെ കുറച്ചും കൂടി നമുക്ക് വില കുറഞ്ഞിട്ട് ഐറ്റംസ് എല്ലാം കിട്ടും. അപ്പോൾ ചോദിച്ചു പോകും. വാച്ചുകളൊക്കെ വേണം, 100 രൂപയ്ക്കൊക്കെ കിട്ടും ഓരോ ഡിസൈൻ. പക്ഷെ എല്ലാം ലോക്കലായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞത് ബ്രാൻഡഡ് ഐറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് വരണം. ലോക്കൽ ഐറ്റം, ലോക്കൽ എന്നല്ല എന്നാലും ഒരു ഇത് വില കുറഞ്ഞ ഐറ്റം ആണെങ്കിൽ നമ്മൾ മാർക്കറ്റിലേക്ക് വരണം. സാധാരണ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു മാർക്കറ്റാണിത്. എല്ലാ സാധനവും കിട്ടും കേട്ടോ, എല്ലാ സാധനങ്ങളും കിട്ടും. ഇതൊക്കെ 100 രൂപയ്ക്ക് ഉള്ള സാധനങ്ങളാണ്. അത്യാവശ്യം വീട്ടിലൊക്കെ നമുക്ക് ഇടാവുന്ന സാധനങ്ങൾ. പക്ഷേ ഡ്രസ്സുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ തന്നെ പോകുമായിരിക്കും നല്ലത്. ബാഗ്, ചെരുപ്പ്, പിന്നെ ഇയറിങ്സ്, അങ്ങനത്തെ സാധനങ്ങൾ, ആക്സസറീസ് ഒക്കെ വാങ്ങണമെങ്കിൽ ഇതുപോലുള്ള മാർക്കറ്റിൽ വരുമായിരിക്കും നല്ലത്. നമുക്ക് വീട്ടിലിടാനൊക്കെ ഡ്രസ്സ് ഓക്കെ, ബട്ട് ഫങ്ഷന് ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാലും എനിക്ക് കുറച്ചും കൂടി നല്ലത് തോന്നിയത് കമ്മീഷൻ. കണ്ടോ ഇയറിങ്സ് ഒക്കെ ഉണ്ടോ, ചെറിയ ചെറിയ കടകളാണ്. പൊട്ടുകൾ, ബാഗ്. ഞാൻ അവിടെ സ്ഥിരം ബാഗ് വാങ്ങാൻ വരുന്നൊരു കടയുണ്ട്, അവിടെ പോയി നോക്കാം. ആദ്യം അതൊരു മലയാളി കടയായിരുന്നു, ഇപ്പോൾ മലയാളി ആണോ എന്നറിയില്ല. ഇപ്പോൾ കുറേ ആയി വന്നിട്ട്, കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ പുറത്തൊന്നും അങ്ങനെ മാർക്കറ്റുകളിലൊന്നും പോകില്ല. പ്രത്യേകിച്ച് ഇവിടെ ഈ ഏരിയയിൽ ആദ്യം കൂടുതലായിരുന്നു കൊറോണ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ക്ലോസ് ആയിരുന്നു, ഇപ്പോഴാണ് ഓപ്പൺ ആയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് കർണാടകയിൽ കുറവായതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം ഓപ്പൺ ആയി. ഇതാണ് എൻ്റെ ബാഗിൻ്റെ കട. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫിക്സഡ് പ്രൈസിനായിരുന്നു 250 രൂപ. കണ്ട ഒരു ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ട്, എന്നാലും ബാഗൊക്കെ ഓക്കെയാണ്. ചെറിയ വ്യത്യാസം ഉണ്ടാവും, എന്നാലും കുറച്ച് നമുക്കിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാനും സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ഇത് മതി. അത്ര 900-നൊന്നും വേണ്ട. പാർട്ടിക്കൊക്കെ പോകുമ്പോഴല്ലേ വലിയ വിലയുടെ ബാഗൊക്കെ വേണ്ടി. നിങ്ങൾ നാട്ടിലെവിടെയാ? പാലക്കാടോ? കുറേ കട വന്നിട്ട്? ഞാൻ സ്ഥിരമായിട്ട് വരുന്നതാണ്, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് വരാത്തതാണ്. അപ്പോൾ മലയാളികൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവുമോ? ഈ വ്ളോഗ് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുമോ? ഡിസ്കൗണ്ട് ഇല്ലാണ്ട് ഓഹോ, നല്ല ഡിസ്കൗണ്ട് വരും. അതാ ഞാൻ വീഡിയോ ഇടുന്ന കേട്ടോ, അപ്ലോഡ് ചെയ്യുന്ന മലയാളികൾ വരും യൂട്യൂബിൽ. അപ്പോൾ കാസർഗോഡാ? ഞാൻ കോഴിക്കോടാ. നല്ല ബാഗൊക്കെ ഉണ്ടോ? വില കുറച്ച് വരുമോ? ഇത് സ്ഥിരം കസ്റ്റമറാ കേട്ടോ. ഇതാ നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ എടുക്കാൻ പറ്റും. ഇതൊക്കെ എന്താ റേറ്റ്? ഇതൊക്കെ 900, 950, 850. അയ്യോ 900, 950, 700 സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിസ്കൗണ്ട് പ്രൈസ് നോർമൽ വേണം ഇങ്ങനത്തെ വരുന്നു. 500, 400.
ഉണ്ടോ, ബാഗുകൾ ഒരുപാടുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് ഡിസ്കൗണ്ടൊക്കെ കിട്ടും ഇവിടുന്ന്. ഞാൻ ഇപ്പോൾ ബാഗ് വാങ്ങാൻ ഉദ്ദേശിക്കില്ല, ഇപ്പോൾ ബാഗിൻ്റെ ആവശ്യമില്ല. ബാഗൊക്കെ എനിക്ക് അത്യാവശ്യത്തിനുണ്ട്. ഇപ്പോൾ കൊറോണയായിട്ട് ബിസിനസ്സൊക്കെ എങ്ങനെ ഡള്ളാണോ? കുറച്ച് കൂടുതലല്ലേ? ക്രിസ്മസിൻ്റെ മുന്നേ കുറച്ച് ഡള്ളായിരുന്നു അല്ലേ? ഞാൻ റിയാസ് വ്ലോഗ് ആ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം തന്നെ വേണേ ചെയ്തോ. റിയാസ് വ്ലോഗ് RAYA ഇപ്പം തന്നെ നോക്ക്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. മടിക്കാതെ അല്ല കേട്ടോ, അതെൻ്റെ പേര് റിയ എന്നാണ്. ചെയ്യണം കേട്ടോ, നിങ്ങളെ കാണാം. നിങ്ങളെ കടയുടെ പേര് RDD ബാഗ്സ് ആണ്. ഇതിപ്പോ ഏത് റോഡാ വരും? ഇപ്പൊ ആരെങ്കിലും തെരഞ്ഞു വരികയാണെങ്കിൽ ജുമാ മസ്ജിദ് റോഡ് അല്ലേ? അപ്പൊ നിങ്ങളെ വരികയാണെങ്കിൽ എന്തായാലും വന്നിട്ട് നിങ്ങൾക്ക് മലയാളികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടോ. നല്ല നല്ല ബാഗ്സ് ഉണ്ട്, എന്തായാലും വന്നിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. സോഫ കവറൊക്കെ കിട്ടും ഇവിടെ. ഇത് ശരിയായ മാർക്കറ്റാണ് കേട്ടോ. നെയ് ചെയ്യാ ഭയ്യ, ശരിയായ മാർക്കറ്റാണിത്. ഇതാ നല്ല നല്ല ജിംകാസ്, നല്ല നല്ല മാലകൾ. जिनका सब क्या प्राइस है भैया? अलग 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 है. स्टार्टिंग 127, 121, 130, 180. ये वाला बड़ा वाला ये 200. ऊपर वाला वो मोती का, हाँ ऊपर ये वाला हाँ ये 400 है, 400, 350. ജിംകാസ് കുറേ ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അവരതിനൊക്കെ സമയം തരും. നല്ല നല്ല മാലകളുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഇവിടെയൊക്കെ വന്ന് സാരിക്ക് പറ്റിയ ഗോൾഡിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ആക്സസറീസാണ്. അപ്പോൾ ഒരുപാട് വാങ്ങിക്കാറുണ്ട്. ഈ കടയിലൊക്കെ ഞാൻ വാങ്ങിക്കുന്നതാണ്. അതുപോലത്തെ കാണിച്ചു തരാം. നെക്ലസ് ടൈപ്പ് അടിപൊളിയാണ് ഇതൊക്കെ. ഇതൊക്കെ സാരിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ലൊരു ലുക്ക് തന്നെയായിരിക്കും. ഫങ്ഷനൊക്കെ ഇട്ട് നൈറ്റ് പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ ഈ ഇതൊക്കെ കണ്ടില്ലേ, സ്റ്റോണൊക്കെ നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ലേ? ये कितना का है? डिस्काउंट नहीं है, अभी क्रिसमस है ना. दे दिया, अब कम जरा से हो जाएगा, जरा कम होएगा. കുറച്ചൊക്കെ അവർ കുറച്ച് തരും കേട്ടോ. അവർ പറയുന്ന വില ഒരിക്കലും കൊടുക്കരുത്. കുറച്ച് നമ്മൾ പേശിയിട്ട് തന്നെ വാങ്ങിക്കണം. ഇവിടെ മാർക്കറ്റിലാകുമ്പോൾ നമുക്ക് പേശാം, പക്ഷെ മറ്റിടത്താണെങ്കിൽ നമുക്ക് പേശാനൊന്നും പറ്റില്ല. ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. ഉണ്ടോ നല്ല ഇനിയുണ്ട് ഒരുപാട്. നല്ല തിരക്കുമുണ്ട്, ഭയങ്കര ടെൻഷനുണ്ട് എനിക്ക്. പക്ഷെ ആൾക്കാർക്കൊന്നും ഇതില്ല. ചിലപ്പോൾ ഇവിടെ കുറവായതുകൊണ്ടായിരിക്കും. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാം ഓപ്പൺ ആയി എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. മുന്നെയാണെ ഇതൊക്കെ കഴിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം പേടിയാണ്. നല്ല കളറ് ഞാനല്ലേ. ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടോ തുണികളിലൊക്കെ, പക്ഷെ എന്നാലും അത്ര മോശമൊന്നുമല്ല, നല്ല തന്നെയാണ്. നല്ല ഫാഷനബിൾ ഡ്രസ്സ് കിട്ടും നിങ്ങൾക്ക്. ഇപ്പോഴത്തെ ബാഗ് കൂട്ടിയിട്ടുണ്ടോ? 200 rupees. നിങ്ങൾ ഏതെടുത്താലും 200 രൂപ. ₹100 സ്റ്റോൾ കിട്ടും. ഇപ്പോൾ സ്റ്റോളാണ്. വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് മുഖം മറയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ ഇതുണ്ടോ ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ട്. ഇവിടെ വേറെ ഉണ്ടോ മാലകളുടെ.
300 दे दो ले लो लास्ट कितना 300 അവിടുത്തേക്കാളും വിലയാണല്ലോ. ऐसा क्या बात कर ഇത് പേശി കഴിഞ്ഞാൽ അവർ കുറച്ച് തരും കേട്ടോ. ഇങ്ങനത്തെ കടയിലൊക്കെ പോയി നന്നായിട്ട് പേശി കഴിഞ്ഞാൽ അവർ കുറച്ച് തരും. ഇത് നമ്മൾ ശിവാജി നഗർ മാർക്കറ്റിൻ്റെ അവിടുന്ന് ഉള്ളോട്ടേക്ക് കയറുക ചെയ്തത്. ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്നതോറും പല പല കടകൾ നമുക്ക് കാണാം കേട്ടോ. ചെരുപ്പ്, ഡ്രസ്സ് ഒക്കെ നോക്കാം. പിന്നെ ഇവിടെ ക്ലോത്ത് കിട്ടും നമുക്ക്, മെറ്റീരിയലല്ലേ. സാരി വേണമെങ്കിൽ നിങ്ങൾക്ക് സാരിക്ക് വേണ്ടിയിട്ട് മുറിച്ച് തരും 5 മീറ്ററൊക്കെ. അത് അവിടെയുണ്ട്, കമേഴ്ഷ്യൽ സ്ട്രീറ്റിലുണ്ട്. അത് അവിടെ ആകുമ്പോൾ നിങ്ങൾക്കൊരു 10,000 ഒക്കെ ആവും, 10,000 എബോ ആവും സാരിക്ക് മുറിച്ച് വാങ്ങുമ്പോൾ. പക്ഷേ ഇതുപോലത്തെ കടകളിൽ പോയാൽ സെയിം സംഭവം തന്നെ നിങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടും. പക്ഷെ ഇതാണ് ഇങ്ങനെ തിരഞ്ഞ് നടക്കണേ, എന്നാൽ മാത്രമേ കാണാൻ കഴിയൂ. പെട്ടെന്ന് തിരക്കുള്ള ആൾക്കാരൊന്നും ആണെങ്കിൽ പറ്റില്ല. ഒരു ദിവസം നിങ്ങൾ ഈ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യും. ചംകീല ബ്ലൗസ് കാണിച്ചത് നിങ്ങൾക്ക്, ബോളിവുഡ് ബ്ലൗസ് റെഡിമെയ്ഡാണ് കണ്ടോ. റെഡിമെയ്ഡ് ബ്ലൗസ് ഇപ്പോഴത്തെ പാർട്ടി വെയർ. എത്രയാണ് റേറ്റ് അറിയില്ല, അടിപൊളിയാട്ടോ. മിറർ വർക്ക്, സീക്വൻസ് വർക്കൊക്കെ ഉണ്ട്. താഴെ ടോപ്സ്, കുർത്താസ്. ഇവിടെ ഈ മാർക്കറ്റിലൊക്കെ ഉള്ള ഒരു ഗുണം, നിങ്ങളിപ്പോൾ ക്യാഷ് കൊണ്ടുവന്നില്ലെങ്കിലും ഇവിടെ പേടിഎം, ഗൂഗിൾ പേ, ഏത് ചെറിയ കടയിലാണെങ്കിലും, ഇതുപോലത്തെ പെട്ടിക്കടയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഗൂഗിൾ പേ, പേടിഎം ഒക്കെ ഉണ്ടാവും. അത് നല്ല മഴ. ഇവിടെ നല്ല സ്ട്രീറ്റ് ഫുഡും കിട്ടും. ഇപ്പോൾ റംസാൻ സമയമൊക്കെ ആണെങ്കിൽ നോമ്പ് തുറയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡും ഇവിടെ കിട്ടും കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കഴിച്ച് കാണിച്ചു തരായിരുന്നു. ഇതിനകത്ത് प्राइस बोलो ना पहले. नेक पीस है क्या? हाँ नेक पीस. कितना का है? 250 का. സ്റ്റോൺ വർക്ക് തന്നെ അത്യാവശ്യം നമുക്ക് ഇവിടുന്ന് സാരിയുടെ കൂടെ, കോട്ടൺ സാരിയുടെ കൂടെയൊക്കെ ഇതൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ചോക്കർ ടൈപ്പൊക്കെ ഉണ്ട് കണ്ടോ, ചോക്കർ. ഇങ്ങനെ ഒന്ന് വന്നതിന് മനസ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. കുറച്ച് കാശുമായിട്ട് വരണമെന്നേ ഉള്ളൂ, ഒരുപാട് സാധനങ്ങൾ കിട്ടും. ബസ് ഇതാണ് പ്രശ്നം. നമ്മൾ കടയിൽ പോയാൽ എന്താ പ്രശ്നം വെച്ചാൽ ഇവരിങ്ങനെ നമ്മൾ പോയിട്ട് റേറ്റൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങാനാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. റേറ്റ് കുറച്ച് പറയും. ആദ്യമൊക്കെ അവർ 300, 400 പറയും. അപ്പോൾ അതൊന്നും ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ല. പിന്നെ അവർ റേറ്റ് ഇങ്ങനെ കുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോകണം, അങ്ങനെ വേണ്ട 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 പോകുമ്പോഴേ അവർ തിരിച്ച് വിളിക്കും. അങ്ങനെ വേണം, ബാർഗെയിൻ ചെയ്ത് വാങ്ങണം, അല്ലാതെ ഫിക്സ് ആയിട്ട് കൊടുത്തിട്ട് വാങ്ങരുത്. അതാണ് ഈ മാർക്കറ്റിൽ അങ്ങനെ കിട്ടും. റെഡിമെയ്ഡ് ബ്ലൗസ് കണ്ടില്ലേ. പിന്നെ അങ്ങോട്ട് താഴോട്ട് മാർക്കറ്റുകൾ തന്നെയാണ്. ഞാൻ അധികം പോകുന്നില്ല, അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. ഇനി കുറച്ച് നമുക്ക് അപ്പുറത്തേക്ക് പോവാം കേട്ടോ. നിങ്ങളെൻ്റെ പിറകിൽ കാണുന്നില്ലേ തിരക്ക്. നമ്മളിനി വേറെ ഒരു ഏരിയയും കൂടി ഉണ്ട്, കുറച്ച് താഴോട്ടേക്ക് പോകണം. അവിടെ നല്ല മാർക്കറ്റാണ്. അവിടെ ചിലപ്പോൾ ഇപ്പോൾ സെറ്ററുകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്താ വെച്ചാൽ തണുപ്പല്ലേ, ഡിസംബർ സമയമല്ലേ. അപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ ശിവാജി നഗർ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് ഇറങ്ങിയിട്ട് നിങ്ങൾ വരുന്ന റൂട്ടിലെയാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ ഒരുപാട് താഴോട്ട് പോകുന്ന റോട്ടിലേക്ക് ഒരുപാട് കടകളുണ്ട്. നിങ്ങളിപ്പോൾ ഏത് വഴി കൂടെ പോയാലും ഇതുപോലെ മാർക്കറ്റിൻ്റെ സ്ഥലം തന്നെയാണ്. ഒരുപാട് കടകളൊക്കെ ഇവിടെ ചെരുപ്പുകൾ. ചിലപ്പോൾ എൻ്റെ വോയിസ് കുറവായിരിക്കും, എന്താ വെച്ചാൽ ഭയങ്കര ശബ്ദമാണ് മാർക്കറ്റിലെ. ബാഗ്, സാരീസ്, മാക്സി, അങ്ങനെ ഒരുപാട്. അപ്പം നാട്ടിലിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ചില ആൾക്കാർ കല്യാണത്തിനൊക്കെ ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ ബാംഗ്ലൂർ വരാറുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട്
ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. കേരള സാരി വരെ ഉണ്ട്. ഇതൊരു ഫേമസ് ചർച്ചാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല. ഇവിടെ ഉള്ളിലൊരു മസ്ജിദ് ഉണ്ട്, പിന്നെ ഒരു ചർച്ചുണ്ട്. അങ്ങനെ എല്ലാ വിശ്വാസികളുള്ളൊരു ഏരിയ ആണിത്. ഒരു മതസൗഹാർദ്ദമുള്ള ഏരിയ. എല്ലാ മതക്കാരും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ്. ഇവിടെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഏത് ഇത് കൂടെ പോയാലും നിങ്ങൾക്ക് കടകൾ തന്നെ കാണാൻ പറ്റുള്ളൂ. കണ്ടോ, അമ്മൻ കോവിൽ, പള്ളി കണ്ടു, നമ്മൾ ക്രിസ്ത്യൻ പള്ളി കണ്ടു, മസ്ജിദ് കണ്ടു, ഹിന്ദുക്കളുടെ അമ്പലം കണ്ടു. കേട്ടോ, ഈ ഭാഗത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ഇതേപോലെ തന്നെ കടകളാണ്. അപ്പോൾ എന്തായാലും ഇത്ര മതിയെന്ന് വിചാരിക്കുന്നു. ഞാൻ തിരിച്ചു പോവാണ്. എന്താ വെച്ചാൽ അത്ര ഈവനിങ് ആയപ്പോഴേക്കും ആൾക്കാർക്ക് തിരക്കാണ്. അപ്പം തിരിച്ചു പോവാം. ഇതും മാർക്കറ്റിൻ്റെ ഒരു ഏരിയ തന്നെ. ഇവിടെ കംപ്ലീറ്റ് കുട്ടികൾക്ക് വേണ്ട സൈക്കിളിൻ്റെ കടകളാട്ടോ. കടകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്, കുറേ സൈക്കിൾ കടകളുണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.